ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അപ്പോൾ ഞങ്ങളിങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു നമുക്കിന്ന് എവിടെയെങ്കിലും ഒന്ന് പോയാലോ എന്ന്. അപ്പോൾ എല്ലാവരും പറഞ്ഞു നമുക്ക് ബീച്ചിലോട്ട് പോകാമെന്ന്. അപ്പോൾ ഞങ്ങൾ അഴീക്കൽ ബീച്ച് അങ്ങനെ തിരഞ്ഞെടുത്ത് അങ്ങനെ ഞങ്ങളെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി അങ്ങനെ ഞങ്ങൾ ബീച്ചിലോട്ട് വന്നത് ഞാനും ഇക്കയും ഷിജും സുറുമിയും അതുപോലെ മിന്നുമാണ് കേട്ടോ. അമ്മ വന്നില്ല, അമ്മ പറഞ്ഞു ഞാനില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ നിന്നും അത്യാവശ്യം ലോങ്ങൊക്കെ കണ്ട് അഴീക്കൽ ബീച്ചിലോട്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചോറൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ അത്യാവശ്യം ഞങ്ങൾ താമസിച്ചു കേട്ടോ. ഏകദേശം 4 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ബീച്ചിലെത്തുമ്പോഴേക്കും ഒത്തിരി സമയം എടുക്കും. നല്ല തിരക്കൊക്കെ കാണുമായിരിക്കും, പെരുന്നാളൊക്കെ അല്ലേ, ഒത്തിരി ആൾക്കാരൊക്കെ കാണുമായിരിക്കും. ഏതായാലും നമുക്കൊന്ന് പോയി നോക്കാം. മിന്നുവിനാണെങ്കിൽ നല്ല ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ബീച്ചിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ആക്റ്റീവ് ആയിക്കട്ടെ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, വെള്ളത്തിൽ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ ഓച്ചിറ അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഒരു ഘോഷയാത്രയെ കണ്ടു കേട്ടോ. കാരണം ഉത്സവ സീസണൊക്കെ അല്ലേ, അപ്പോൾ ഘോഷയാത്രയെ കണ്ടു. റോഡൊക്കെ ഒത്തിരി ബ്ലോക്കായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് സമയം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ നമ്മൾ മെയിൻ പാലൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ നമ്മൾ ഹാർബറിൻ്റെ അവിടെ എത്തി. അപ്പോൾ അവിടെ കുഞ്ഞു ബോട്ടുകളും ഒക്കെ മീൻ പിടുത്തക്കാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ നമ്മളങ്ങനെ കടലിൻ്റെ തീരത്ത് എത്തി. പെരുന്നാളൊക്കെ ആയതുകൊണ്ട് റോഡ് നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. ഞങ്ങൾ ബീച്ചിലെത്താൻ കുറച്ച് താമസിച്ചു. നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ കുറച്ചധികം ബുദ്ധിമുട്ടേണ്ടി വന്നു, കാരണം സ്പേസ് ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ മിന്നു ഭയങ്കര വാശിയായിരുന്നു അവൾക്ക് പെട്ടെന്ന് ബീച്ചിലെത്താൻ. ഏതായാലും ഞങ്ങൾ വണ്ടിയൊക്കെ ഇറങ്ങി അങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണെങ്കിലും ഒത്തിരി നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ പ്രാവശ്യം പോകുമ്പോൾ ഇത്ര തിരക്കൊന്നും ഉണ്ടാവില്ല. ഇത് ആദ്യമായിട്ടാണ് ഞങ്ങൾ പോയപ്പോൾ ഇത്രയും അധികം തിരക്കുള്ളത് കേട്ടോ. ഒരുപാട് കുട്ടികളൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പാർക്കിനകത്ത്. നല്ല രസമാണ് കാണാൻ കേട്ടോ. ഇവിടെ കുതിരസവാരിയൊക്കെ ഉണ്ട്, പിന്നെ ഒട്ടകമൊക്കെ ഉണ്ട് കേട്ടോ. ഏത് പ്രായക്കാർക്കും കുതിരസവാരിയൊക്കെ ചെയ്യാം. ഒരാൾക്ക് 100 രൂപയാണ് കുതിരസവാരി ചെയ്യാം. ഒരു റൗണ്ട് ചുറ്റിങ്ങാണ്ട് നമ്മളെ കൊണ്ടുവരും കേട്ടോ. കാണാൻ നല്ല രസമാണ്. പക്ഷെ ഞങ്ങൾ കയറിയൊന്നുമില്ല. ഞങ്ങൾ മുമ്പൊക്കെ പോയപ്പോൾ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇപ്രാവശ്യം കയറിയൊന്നുമില്ല. പിന്നെ ഇവിടെ ബോട്ട് സർവീസൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ആ ഏരിയയിലോട്ടൊന്നും പോകാൻ പറ്റിയില്ല, കാരണം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സമയം ഒത്തിരി വൈകി കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ പോയില്ല. മുമ്പ് ഒരു പ്രാവശ്യം പോയപ്പോൾ ഞങ്ങൾ കായലിലൂടെ ബോട്ട് സവാരിയൊക്കെ ഞങ്ങൾ ചെയ്തു കേട്ടോ. നല്ല രസമാണ് കായലിലൂടെയൊക്കെ നമുക്ക് ബോട്ട് സവാരി ചെയ്യാൻ കേട്ടോ. അങ്ങനെ ഞാൻ സുറുമിയെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തമാശകളൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ നടന്നു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കടൽ തിരമാല കാണാൻ വേണ്ടിയിട്ട് ഞാനും സുറുമിയും കുറച്ചുകൂടെ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നല്ല തിരമാല ഉണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി പേരും ഉണ്ടായിരുന്നു. എല്ലാവരും വെള്ളത്തിലൊക്കെ ഇറങ്ങുന്നുണ്ട്. പക്ഷെ ഞാനും സുറുമയും ഇച്ചിരി വീട്ടിൽ നിന്നിട്ടാണ് ഞങ്ങൾ ഒക്കെ തിരമാലയൊക്കെ കണ്ടത് കേട്ടോ. മിന്നു ആണെങ്കിലോ ചെന്ന പാടെ അവൾ വെള്ളത്തിൽ ഇറങ്ങിയതാണ്. അവളാണെങ്കിൽ കയറി വീറുന്നുമില്ല കേട്ടോ. അവൾക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് വെള്ളത്തിൽ കളിക്കുന്നുണ്ട്, ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും പറയും ചുമ്മാ ഇരിക്കുമ്പോൾ നമുക്ക് ബീച്ചിൽ പോകാൻ. അങ്ങനെ ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഓളുണ്ടായതിന് ശേഷം ഞങ്ങളിപ്പോൾ ഒത്തിരി തവണ ഞങ്ങൾ പോയിട്ടുണ്ട്. അവൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കാര്യമായിട്ട് ഞങ്ങളിങ്ങനെ ബീച്ചിൽ പോകുന്നത്, അവളെ സന്തോഷത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ ഷിജുവും മിന്നും കൂടെ ഇങ്ങനെ തിരമാല വരുന്നതും ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. തിരമാല വരുമ്പോൾ അന്നേരം അവൾ ആ വെള്ളത്തിലോട്ട് അങ്ങോട്ട് ഇരിക്കും കേട്ടോ. പിന്നെ അവളെ എടുത്തു പോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം അവൾ എണീക്കത്തില്ല. അങ്ങനെ ഒരുവിധം പറഞ്ഞ് അവളെ സമ്മതിപ്പിച്ച് ഇങ്ങനെ കൊണ്ടുവരാൻ നോക്കുന്ന തിരക്കിലാണ് ഷിജു കേട്ടോ. കാരണം അവളൊന്നും പെട്ടെന്നൊന്നും അങ്ങനെ എണീച്ച് വരത്തില്ല. അവൾക്ക് വെള്ളം എന്ന് പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ സുറുമിയും കുറച്ച് സെൽഫി എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഫോട്ടോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യായിരുന്നു കേട്ടോ. അങ്ങനെ അവസാനം മിന്നുവിന് ഒരുവിധം പറഞ്ഞ് സെറ്റാക്കി അവളെ വെള്ളത്തിൽ നിന്നൊക്കെ കയറ്റി. അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്നു വരികയാണ്. അപ്പോൾ നടന്നു വരുമ്പോൾ ഒത്തിരി കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിന് കുറച്ച് ബജ്ജി വാങ്ങാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ കോളിഫ്ലവറാണ് ഞങ്ങൾ ആദ്യം വാങ്ങിച്ചത് കേട്ടോ. ഞങ്ങൾ 3 പ്ലേറ്റ് കോളിഫ്ലവറൊക്കെ വാങ്ങിച്ച് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം മിന്നും കഴിക്കുന്നുണ്ട്. ഏതായാലും വീഡിയോയിൽ ഇക്കാനും ഷിജുവിനെ കൊണ്ടുവരാൻ പറ്റി, കാരണം അവർ വീഡിയോ എടുക്കുമ്പോൾ അവർ വീഡിയോയിലൊന്നും നിൽക്കത്തില്ല കേട്ടോ. അപ്പോഴേക്കും രാത്രിയായി കേട്ടോ. നല്ല ഇരുട്ടൊക്കെ വീണ്. ഇവിടെയാണെങ്കിൽ പെരുന്നാളായതുകൊണ്ട് സ്റ്റേജ് പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും ഞാൻ വീഡിയോക്ക് അകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ഇക്കി ഷിജുവും മിന്നും കൂടെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഓരോ കടയിൽ ഓരോ കളിപ്പാട്ടങ്ങളൊക്കെ കണ്ടിട്ട് മിന്നു അവൾക്ക് വേണമെന്ന് പറഞ്ഞ് അവൾക്ക് വേണ്ട കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിച്ച്. അങ്ങനെ മിന്നുവിന് ഈ കളിപ്പാട്ടാണ് ഞങ്ങൾ ഒന്ന് വാങ്ങിയത് കേട്ടോ. അവൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പം അങ്ങനെ ഞങ്ങൾ വാങ്ങി. അപ്പോൾ കണ്ടോ 2 കുട്ടികൾ കണ്ടോ കുതിരയിൽ ഇങ്ങനെ സവാരി ചെയ്യുന്നു കേട്ടോ.
സമയം അങ്ങനെ ഒത്തിരി വൈകി കേട്ടോ. അങ്ങനെ കുട്ടികൾ ഈ പാർക്കിനകത്ത് കളിക്കുന്നൊക്കെ ഉണ്ട്. അവിടെ ഞാൻ കുറച്ച് സമയമൊക്കെ നോക്കി നിന്നു. മിന്നു പറഞ്ഞു അവൾക്ക് കയറണം എന്ന് പറഞ്ഞു. പക്ഷേ വൈകിയോണ്ട് അവളെ ഒന്നും കയറ്റിയില്ല. ഏതായാലും ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് വന്ന് ഞങ്ങളൊരു 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ 8 മണിക്കാണ് ഞങ്ങൾ അവിടെ നിന്ന് തിരിക്കുന്നത് കേട്ടോ. ഏകദേശം 4 മണിക്കൂർ ഞങ്ങൾ ആ ബീച്ചിനകത്ത് ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. സമയം പോയതേ അറിഞ്ഞില്ല. നല്ല രസമായിരുന്നു കേട്ടോ. കാരണം എല്ലാ പ്രാവശ്യം പോകുമ്പോൾ ഇത്ര തിരക്കൊന്നും കാണില്ലല്ലോ. അപ്പോൾ അന്നാണെങ്കിൽ സ്റ്റേജ് ഷോ ഉണ്ട്, അതേപോലെ കുട്ടികളെ കളിയും ഒത്തിരി ജനങ്ങളെ കണ്ടിട്ട് നമുക്ക് സമയം പോയതേ അറിഞ്ഞില്ല കേട്ടോ. ഈ ബീച്ച് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് കേട്ടോ. കൊല്ലം ജില്ലയിൽ അഴീക്കൽ എന്ന സ്ഥലത്താണ് ഈ ബീച്ച് കേട്ടോ. അവധി സമയങ്ങളിൽ ഫാമിലിയുമായിട്ട് വരാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ. വരാത്തവരുണ്ടായി തീർച്ചയായും വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്പോട്ടാണ്. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പിന്നെ എവിടെയും നിർത്തിയില്ല, നേരെ ഞങ്ങൾ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.